നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ടിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ? ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ടായിരിക്കും ഇത് റെസൊനേറ്റ് ആവാൻ തുടങ്ങുന്നത്. ആദ്യം പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത്. നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആവട്ടെ, അതിന് സൊല്യൂഷൻസും ചെയ്തു തരുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ടെമ്പറൻസ്, ഏസ് ഓഫ് കപ്സ്, 8 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് വാൻസ്, 3 ഓഫ് സോർഡ്സ്, 3 ഓഫ് വാൻസ്, കിങ് ഓഫ് കപ്സ്, ദ സ്ട്രെങ്ത് കാർഡ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് കപ്സ്. ഇവിടെ ആദ്യം തന്നെ യൂണിവേഴ്സിന് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലൂടെയാണ് ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള റീസൺ അത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാൻ ആ ഒരു വ്യക്തി കാരണം നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ച് ആ ഒരു റിയലൈസേഷൻ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. പല ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഇൻട്രാക്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ ഒരു സ്പ്ലിറ്റ് ആയത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ 2 വ്യക്തികളെ കാണുന്നുണ്ട്. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ ഉണ്ടായ കാരണം അത് 2 വ്യക്തികളായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഒബിയസ്ലി നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട്. അത് സ്നേഹത്തോടു കൂടി തന്നെയാണ് ആലോചിക്കുന്നത്. ആ വ്യക്തിക്കറിയാം നിങ്ങളുടെ അടുത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്നുള്ള കാര്യം. ഇപ്പോൾ ആ വ്യക്തി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്തെന്നാൽ, അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ മുഴുവനും നിങ്ങളുടെ അടുത്ത് ഏറ്റുപറഞ്ഞ് ആ തെറ്റുകളെല്ലാം തിരുത്താനുള്ളൊരു അവസരമാണ് അവരിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തെറ്റുകളെല്ലാം അവർക്ക് ശരിയാക്കി മാറ്റണം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഉള്ള ഒരു ജീവിതം. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്, ആ വ്യക്തി ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ആ വ്യക്തി ഉപദ്രവിച്ചിട്ടുണ്ട്, മാനസികമായിട്ടാവട്ടെ ശാരീരികമാവട്ടെ. അതെല്ലാം ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിച്ച് ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയോ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു വ്യക്തിക്ക് ആ മുറിവുകളെല്ലാം ഉണക്കി നിങ്ങൾക്ക് സന്തോഷം തരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയ തെറ്റുകൾ ഓർത്തിട്ട് ആ വ്യക്തിക്ക് ശരിക്കും ദുഃഖമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ മൂലമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്രയേറെ പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറേ നാളായി തുടങ്ങിയിട്ട് അതൊരു പെട്ടെന്നാണ് ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ മറ്റാരും ആവട്ടെ, തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരാൾ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ വ്യക്തികളാവട്ടെ, പെട്ടെന്ന് വന്ന അവരിടയ്ക്ക് വന്ന് പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഇത്രയും നാളും ആ വ്യക്തിക്ക് ഇപ്പോഴാണ് ഒരു ബോധം ഉണ്ടായത്. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒത്തിരി എഫേർട്ട് ഇട്ട്, ആ വ്യക്തിയാവട്ടെ പ്രത്യേകിച്ച് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ആ റിലേഷൻഷിപ്പ് ഇത്രയും ബിൽഡ് ചെയ്ത് വന്ന് നിസ്സാരമായിട്ടുള്ള പ്രശ്നം കൊണ്ട് നിമിഷങ്ങൾ കൊണ്ടിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയല്ലോ എന്നോർത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പം മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. മറ്റാരും അറിയാതെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുപാട് സ്വഭാവത്തിന് പോലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളെ ഈ വ്യക്തി ടോർച്ചർ ചെയ്തിട്ടുണ്ടാവാം. കാരണം ആ വ്യക്തി ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു ലൈഫ് പാർട്ട്ണർ അല്ല നിങ്ങളുടെ സ്വഭാവം ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് കുറ്റങ്ങളുണ്ട്, ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആ വ്യക്തിക്ക് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകൾ കാരണം നീറുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ 2 പേരും 2 മനുഷ്യരായിരുന്നു.
നിങ്ങളും ആ വ്യക്തിയുടെയും സ്വഭാവം രണ്ടും രണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വ്യക്തിയുടെ സ്വഭാവം. നിങ്ങളായിരുന്നു ആ ഒരു വ്യക്തിയുടെ സ്വഭാവം ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇട്ടത്. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും കാലം പോലും ആ ഒരു സ്വഭാവം മുമ്പോട്ട് പോവില്ലായിരുന്നു എന്നുള്ളൊരു സത്യം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇട്ട ഈ ഒരു ബന്ധത്തിന് നിങ്ങൾ എത്രത്തോളം എഫേർട്ടാണോ ഇട്ടത് അത്രത്തോളം എഫേർട്ട് നിങ്ങളുടെ വ്യക്തിയും ഇടേണ്ടതായിരുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയെ വല്ലാതെ രീതിയിൽ വേദനിപ്പിക്കുന്നതായിട്ടും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്കുള്ള ഇപ്പോഴത്തെ ഒരു വിഷമമെന്ന് വെച്ചാൽ ഒരുപാട് വൈകിപ്പോയോ, ആ വ്യക്തി വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ ആ വ്യക്തി എഫേർട്ട് ഇട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് താമസിച്ചു പോയോ? ഇനിയും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇനി എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാലും ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയാണ് ആ വ്യക്തിക്ക്. ആ വ്യക്തി എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പഴയ രീതിയിലാക്കിയെടുക്കാൻ. പക്ഷേ അതൊക്കെ ഭയപ്പെട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അവരിടുന്ന എഫേർട്ടിന് ഇനിയൊരു ഫലമുണ്ടാകുമോ? അവരിനി നിങ്ങളുടെ അടുത്ത് വന്ന് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് പറഞ്ഞ് കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചാലും അതിനൊരു പ്രയോജനമുണ്ടാകുമോ? ആ ഒരു വ്യക്തി ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് സമയം വൈകിപ്പോയി എന്നൊക്കെയുള്ളൊരു ഭയം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു സൈലൻസ്, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി, നിങ്ങൾ കുറേ നാൾ ആ വ്യക്തിയുടെ പിന്നാലെ നടന്നിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴാണോ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചത് ആ ഒരു നിമിഷം പിന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളുടെ ആബ്സെൻസ് ആയിരുന്നു, നിങ്ങളുടെ സൈലൻസ്, നിങ്ങളുടെ ആബ്സെൻസ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യാൻ തുടങ്ങി. അത് ശരിക്കും ആ ഒരു മൊമെൻ്റാണ് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ള തെറ്റുകൾ തിരിച്ചറിയാനും മറ്റൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ അറിയാനും മനസ്സിലായ ഒരു സമയം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇനി ചെയ്തു പോയ തെറ്റുകളിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ വയ്യ. ആരൊക്കെയാണോ നിങ്ങൾ തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടാവാനുള്ള റീസൺ അവരുടെ അടുത്തൊക്കെ ശരിക്കും റിയാക്ട് ചെയ്യാൻ തന്നെയാണ് ഈ ഒരു വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് ഇനി ഒരിക്കലും ആ വ്യക്തി ഒളിച്ചോടില്ല. നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം നിങ്ങളെ കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരിയാക്കിയിട്ട് ആ വ്യക്തി നിരപരാധിയും നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന രീതിയാണ് എല്ലാം പ്രശ്നവും എന്നാക്കിയിട്ട് നിങ്ങളെ മാത്രമായിരുന്നു തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരി ആക്കിയിരുന്നത്. ഇനി നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്, അതെല്ലാം ആ തെറ്റുകളെല്ലാം ആ വ്യക്തി തിരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുണ്ടായ എല്ലാ ചോദ്യങ്ങൾക്കും ആ വ്യക്തി ശരിക്കും ഉത്തരം തരാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള തിരിച്ചറിവ് ആ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്നു. അത് ഉറപ്പായിട്ടും ആ ഒരു വ്യക്തി ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള പേഴ്സൺസ് ആരാണോ അവരെല്ലാം ശരിക്കും ഒരു കുരങ്ങനെ പോലിട്ട് തട്ടിക്കളിക്കുകയായിരുന്നു. അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബ്രേക്കപ്പ് ആക്കിയത്. ഇനി മറ്റാർക്കും തട്ടിക്കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ആരുടെ മുമ്പിൽ നിന്നു കൊടുക്കത്തില്ല. നിങ്ങളെക്കുറിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആവട്ടെ, ആ വ്യക്തിയുടെ റിലേറ്റീവ്സ് ആവട്ടെ, നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത ആരും ആവട്ടെ, അവർക്ക് വേണ്ടിയിട്ട് ഇനി നിങ്ങളുടെ വ്യക്തി ഒന്നും തന്നെ കേൾക്കില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവർ ഫേമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലും അവർ സാറ്റിസ്ഫൈഡ് അല്ല, സന്തോഷമല്ല. അവർക്ക് നല്ലൊരു ജോലി ഉണ്ടാവാം, അവർക്കെല്ലാം ഉണ്ട്, പക്ഷേ അവരിപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങളുടെ ഒരു ആബ്സെൻസ് കാരണം അവരെന്തൊക്കെ കാര്യത്തിലാണിരുന്നോ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരുന്നത് അത് പെട്ടെന്ന് തന്നെ നിങ്ങളില്ലാതായപ്പോഴത്തേക്ക് സ്വിച്ച് ഇട്ടതുപോലെ തന്നെ അതങ്ങ് സ്റ്റോപ്പായി. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും ഒന്നും വേണ്ട, റിലേറ്റീവ്സ് വേണ്ട, ഫ്രണ്ട്സ് വേണ്ട, കരിയർ വേണ്ട, ഒന്നും വേണ്ടാത്ത രീതിയിൽ അവർ ജസ്റ്റ് ലൈഫിൽ നിന്ന് മൂവ് ഓൺ ആവാൻ വേണ്ടിയിട്ട് മൂവ് ഓൺ മീൻസ് എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർക്ക്
നേരത്തെ എന്തൊക്കെയായിരുന്നു സന്തോഷം കൊടുത്തിരുന്നത് അതെല്ലാം ഉപേക്ഷിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. ആരുടെ അടുത്ത് ഇപ്പോൾ ഒരു മറുപടിയും പറയാറില്ല. അവർക്ക് ജസ്റ്റ് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തായിരുന്നു പ്രശ്നം ഉണ്ടായത് അത് സോൾവ് ആക്കണം, നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് പറയണം. ഈ എഫേർട്ട് ഇട്ടതിനെല്ലാം നിങ്ങൾ ശരിക്കും എഫേർട്ട് ഇട്ടതിനെല്ലാം ഒരു ഫലം കിട്ടണം. നിങ്ങൾ എന്തൊക്കെയായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്, അതുപോലെ നിങ്ങളുടെ വ്യക്തിക്കും ആ എഫേർട്ട് ഇടണം. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് ക്ഷമിക്കണം. ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇത് ഒരുപാട് സമയമായിട്ടുണ്ട്, അതായത് ഒരുപാട് ടൈം അവർ കളഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അവർക്ക് നല്ല വിഷമമുണ്ട്. അവരിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ അവരുടെ ഈ ഒരു അവരൊരുപാട് വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ആ വിഷമമൊന്നും ബാക്കിയുള്ളവരെ ഇവർ കാണിക്കുന്നില്ല. കാരണം നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ടായിരുന്നു ബാക്കിയുള്ളവരെല്ലാം ആഗ്രഹിച്ചിരുന്നത്. അവരുടെ മുമ്പിൽ ഈ ഒരു വ്യക്തിക്ക് വിഷമം കാണിച്ച് ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലൂടെ ആ ഒരു ഡ്രാമ ഒന്നും കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ആരും അത് കാണുകയും വേണ്ട എന്നുള്ളൊരു ചിന്തയാണ്. നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി മൈൻഡ് പ്രിപ്പയർഡ് ആക്കുകയാണ് എന്നുള്ള കാര്യം പോലും ഇവർ ആരെയും അറിയിച്ചിട്ടില്ല. ഇവർ മാനസികമായിട്ട് പ്രിപ്പയർഡ് ആക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു, അവർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുമായിട്ട് പുതിയൊരു ലൈഫ് തുടങ്ങണം. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള മാരേജൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കിയിട്ട് നിങ്ങളെ ലൈഫിലേക്ക് ക്ഷണിക്കണം. ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് ആരെയും വേണ്ട, നിങ്ങളെ മാത്രം മതി. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ആര് പ്രശ്നമായിട്ട് നിന്നാലും നിങ്ങളുടെ വ്യക്തിക്ക് അതൊന്നും വലിയൊരു ഇഷ്യൂ അല്ല. നിങ്ങളെ കൊണ്ടിട്ട് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. ചെയ്തു പോയ തെറ്റുകളെല്ലാം തിരുത്തി ഇനി ആ ഒരു തെറ്റ് ലൈഫിൽ റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ എങ്ങനെയാണെന്നോ സ്നേഹിച്ചത് അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് സ്നേഹം തരിക. നിങ്ങളുടെ തെറ്റ് ചെയ്യാണ്ട് ജീവിക്കുക. ഇത് മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ആഗ്രഹം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നീതി കിട്ടും. ഇവിടെ അധികം താമസിക്കാതെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞത് എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ്, അത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ബ്രേസ്ലെറ്റ് ആണ്. ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്, മണി അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പ്രശ്നം ഉണ്ടായത് ഒരു ബ്ലാക്ക് മാജിക് മൂലമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അകന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റും ഉണ്ട്. ഇനി ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. പിന്നെ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് മെസ്സേജ് അയച്ചാൽ മതിയാകും. ഇനി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആ ഒരു സ്നേഹം തിരിച്ചു വരാനും അവർ വിളിക്കാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു റിച്വൽ പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങൾ എടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമന്ന കളറിലെ ഒരു മെഴുകുതിരിയാണ്. കൂടുതൽ ഹൈറ്റുള്ളതൊന്നും എടുക്കാണ്ടിരിക്കുക കേട്ടോ. കാരണം നിങ്ങൾക്കത് എരിഞ്ഞ് തീരുന്നിട വരെ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഒരു ചുമന്ന മെഴുകുതിരിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് ചുമന്ന മെഴുകുതിരി എടുത്തിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ പേര് ആ മെഴുകുതിരിയിൽ നീളത്തിൽ എഴുതുക. ഫുൾ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ എഴുതാം. ഫുൾ നെയിം ഉണ്ടെങ്കിൽ ഫുൾ നെയിം, ഷോർട്ടായിട്ട് വേണമെങ്കിൽ ഷോർട്ടായിട്ടും എഴുതാം. അതിനുശേഷം ഒരു ബൗൾ എടുക്കുക, ഒരു ചെറിയൊരു പാത്രം, അത് ഉരുകാത്ത എന്തെങ്കിലും ഒന്നും വേണം എടുക്കാൻ. അതിനകത്ത് ഈ മെഴുകുതിരി ഫിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തേനൊഴിക്കുക. തേനൊഴിച്ചതിന് ശേഷം, ഒരുപാട് തേനൊഴിക്കേണ്ട, കുറച്ച് തേനൊഴിച്ചതിന് ശേഷം ബാക്കി റോസ് വാട്ടർ ഉണ്ടല്ലോ, റോസ് വാട്ടർ എടുത്തിട്ട് ഫില്ല് ചെയ്യുക. റോസ് വാട്ടർ ഫില്ല് ചെയ്തതിന് ശേഷം പിങ്ക് കളറിലെയോ റെഡ് കളറിലെയോ റോസാപ്പൂവിൻ്റെ പെറ്റൽസ് ഉണ്ടല്ലോ അതും ഇടുക. ഇപ്പോൾ റോസാപ്പൂവിൻ്റെ പെറ്റൽസ് എടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാവും. അതിനുശേഷം ഇത് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്ധ്യയൊക്കെ ആകുമ്പോഴാണ് ചെയ്യേണ്ടത്. രാത്രി 12 മണിക്ക് മുന്നേ ആയിട്ട് ചെയ്ത് തീർക്കുക. മൊബൈലൊക്കെ മാറ്റി വയ്ക്കുക. ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനോ വിളിക്കാനോ ഒന്നും പാടില്ല. സൗണ്ട് ഒന്നും കാണരുത്. മൈൻഡ് നിങ്ങളത് നട്ടല് നിവർത്തി വെക്കുക.
ഓക്കെ. കാല് നിലത്ത് മുട്ടാത്ത രീതിയിൽ താഴെ എന്തെങ്കിലും ഒരു മാറ്റ് എന്തെങ്കിലും ഇടുക. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഒരു 3 to 5 minutes ഡീപ്പ് ബ്രീത്ത് എടുക്കുക. മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ എന്താണോ ആ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷമാണോ കിട്ടുന്നത് അത് ആ ഒരു സന്തോഷവും മുഖത്ത് കൊണ്ടുവരിക. എന്നിട്ട് ഈ ഒരു ക്യാൻഡിൽ കത്തിക്കുക. കത്തിച്ചതിന് ശേഷം നിങ്ങളുടെ മൈൻഡ് എപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് വെക്കണം. വേറെ ചിന്തയിലേക്ക് പോകരുത്. മാക്സിമം ഈ ഒരു വ്യക്തിയുടെ മുഖവും നിങ്ങൾക്ക് എന്താണോ ആ ഒരു വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഏതൊക്കെ സ്ഥലത്ത് പോകാനാണോ ആഗ്രഹിക്കുന്നത് അവിടെയൊക്കെ നിങ്ങൾ പോയി നിങ്ങൾ അവിടെ യാത്ര ചെയ്യുന്നു. ആ യാത്ര ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് സാധിച്ചു തരുന്നു, സംസാരിക്കുന്നു, അവർ നിങ്ങളുടെ കയ്യിൽ പിടിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാക്കുകൾ പറയുന്നു. ഇതൊക്കെ അവർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു സന്തോഷം കിട്ടുന്നത്, ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, അവരിൽ നിന്ന് എന്തൊക്കെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു, ഇതൊക്കെ റിപ്പീറ്റഡ്ലി മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഫർമേഷൻ ഇതേ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതും പറയുക. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട്, അതായത് ഇങ്ങനെ പറഞ്ഞാൽ മതി: ഞാനും എൻ്റെ വ്യക്തിയും ഇന്ന സ്ഥലത്ത് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വ്യക്തി എൻ്റെ അടുത്ത് ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറഞ്ഞു. ഞാൻ എൻ്റെ വ്യക്തിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നു. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ, അതായത് ഞാൻ പറയുന്ന മനസ്സിലായല്ലോ, എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലും പറയാം, നാവ് കൊണ്ടും പറയാം, അല്ലെങ്കിൽ ചിന്തിക്കുകയും ചെയ്യാം. ആ ഒരു മെഴുകുതിരി എരിഞ്ഞു തീരുന്നിടം വരെ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ ആ മെഴുകുതിരി എരിഞ്ഞു തീരുന്ന ടൈമെന്ന് പറഞ്ഞല്ലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റോസ് വാട്ടറും ആ ഒരു ഹണി ഉണ്ടല്ലോ, തേൻ, അത് വരെ മതിയാവും. അതിനുശേഷം അത് തന്നെ അങ്ങ് അണയും കേട്ടോ. അത്രയും വരുമ്പോഴത്തേക്ക് ഈ ഒരു മെഴുകുതിരി തന്നെ അണയും. അതുവരെ ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾക്ക് നല്ല സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിച്വൽ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല സന്തോഷമായിട്ട് എഴുന്നേൽക്കാൻ സാധിക്കും. ഈ ഒരു തേനും ഇതുമായിട്ട് ഉള്ള ഒരു റോസ് വാട്ടറുമായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, അത് നിങ്ങൾ ഏതെങ്കിലും പുറത്തുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെടിയിൽ ഒഴിക്കുക. ഇത് നിങ്ങൾക്ക് തോന്നുന്ന സമയത്തൊക്കെ ചെയ്യാം. ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിൽ തന്നെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവത്തിനൊരു മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഉള്ള സ്നേഹത്തിനേക്കാൾ ഒരുപാട് സ്നേഹം കൂടിയതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിണങ്ങിയിരിക്കുന്നതാണെങ്കിൽ ആ ഒരു പിണക്കമൊക്കെ മാറും. ഇത് ജനറൽ റിച്വലാണ്. ഇപ്പോൾ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഉപയോഗിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള റിച്വൽസ് തരുന്നുണ്ട്. അതിനൊക്കെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.